കരോക്കെ വെച്ച് പാടുക എന്നുള്ളത് എല്ലാവർക്കും ചെറിയൊരു പേടിയുള്ള കാര്യമല്ലേ? പക്ഷേ അത് പാട്ടുകൾ ഞാൻ എപ്പോഴും പറയാറുണ്ട്, പാട്ടുകൾ നിങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. എന്നാൽ പിന്നെ ആ കാര്യത്തിൽ തീരെ നിങ്ങൾ പേടിക്കണ്ട. നിങ്ങൾക്ക് നല്ല കോൺഫിഡൻ്റ് ആയിട്ട് തന്നെ പാടാൻ പറ്റും. ഓക്കെ, നിങ്ങൾക്ക് നന്നായിട്ട് പാടാൻ പറ്റിയിട്ടുള്ള മനോഹരമായിട്ടുള്ള ഒരു പാട്ടാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. എല്ലാവർക്കും നമസ്കാരം. ദീപ്ത സംഗീതത്തിലേക്ക് സ്വാഗതം. ഞാൻ ദീപ കിഷോർ. കുറച്ച് പഴയ പാട്ടാണെങ്കിലും ഈ പാട്ട് കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു സന്തോഷമാണ്. അപ്പോൾ ഒരാൾ സ്റ്റേജിലൊക്കെ പാടുന്നത് കാണുമ്പോഴും കേൾക്കുമ്പോഴും ഒക്കെ ഭയങ്കര സന്തോഷം തരുന്നൊരു പാട്ടാണിത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇതൊരു സ്റ്റേജിൽ പാടാം. എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ കഴിയുക പറയുന്നത് അത് ഒരു വലിയ കാര്യമല്ലേ? അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഈ പാട്ട് കേൾക്കുമ്പോൾ സന്തോഷമാവും. അങ്ങനെ ഭയങ്കര ഒരു ക്യൂട്ടായിട്ടുള്ള ഒരു പാട്ടാണ്. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ പാട്ട് ചെറിയ കുട്ടികൾക്കും വലിയ ആളുകൾക്കും ഒരു 60 എബൌട്ട് ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ പാടാൻ പറ്റിയിട്ടുള്ള ഒരു പാട്ടാണ്. അപ്പോൾ അങ്ങനെയുള്ള പാട്ടുകൾ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നന്നായിട്ട് ശ്രദ്ധിച്ച് ചെയ്യുക. ഈ പാട്ട് നിങ്ങൾ ധൈര്യമായിട്ട് പാടാം. ഇതിൻ്റെ അകത്ത് ഒരുപാട് സംഗതികളോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷേ ഇത് കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാവും. അതാണ് ഈ പാട്ടിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഞാൻ ഓരോ പാരഗ്രാഫ് വെച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു തരാം കേട്ടോ. ഡീറ്റെയിൽ ആയിട്ട് അത് പറഞ്ഞുതരാം. ക്ഷമയോടുകൂടി ഇരുന്ന് പഠിക്കണേ. അതുപോലെ തന്നെ ഇതിൻ്റെ ലിറിക്സ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലാണ് കൊടുക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഈ വീഡിയോയിൽ അത് കൊടുക്കുന്ന സമയത്ത് ചിലപ്പോൾ കോപ്പിറൈറ്റ് ഇഷ്യൂ വരാൻ സാധ്യത ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലേക്ക് അത് കൊടുക്കുന്നത്. അവിടെ നിങ്ങൾ എന്ത് ചെയ്യുക, അത് ഒരു പേപ്പറിലേക്ക് എഴുതിയെടുക്കാൻ വേണ്ടിയിട്ട് നോക്കണം കേട്ടോ. എഴുതിയെടുത്ത് പഠിക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടി നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ചില ഭാഗങ്ങളിൽ നമ്മൾ പറയുന്ന സ്ഥലങ്ങളിലൊക്കെ നിങ്ങൾ മാർക്ക് ചെയ്ത് വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇപ്പോൾ തന്നെ ഒരു പേപ്പറോ ബുക്കോ എന്താണെന്ന് വെച്ചാൽ എടുത്തിട്ട് വേഗം അത് എഴുതിയെടുക്കണം കേട്ടോ. എന്നിട്ടാണ് പഠിക്കാൻ തുടങ്ങേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് പാരഗ്രാഫ് നോക്കാം. പല്ലവി. അപ്പോൾ ഞാൻ ഇത്രയും പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് പാട്ട് ഏതാണെന്ന് മനസ്സിലായോ? നോക്കാം. ഒന്നാനം കുന്നിന്മേൽ കൂടുകൂട്ടും തത്തമ്മേ, നീ എൻ്റെ തേന്മാവിൽ ഊഞ്ഞാലാടാൻ വാ. കാവേരി തീരത്തോ കാട്ടരുവിയോരത്തോ ആരാരോ സ്വപ്നം കൊണ്ടൊരു കളിവീടുണ്ടാക്കി. ഇല്ലേ? ഭയങ്കര ക്യൂട്ടായിട്ടുള്ളൊരു പാട്ടാണ്. അതാണ് ഞാൻ പറഞ്ഞത്, എല്ലാവർക്കും ഈ പാട്ട് ഇഷ്ടമാവുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ഫസ്റ്റ് വരി നോക്കിക്കേ. ഒന്നാനം കുന്നിന്മേൽ എന്നാണ്. ഒന്നാനം ഒന്നാനം എന്നെടുക്കണേ. അവിടെ കുന്നിന്മേൽ 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 മേൽ എന്നാണ്. ക്ലിയർ? ഒന്നാനം കുന്നിന്മേൽ മേൽ. ഓക്കെ, കൂടുകൂട്ടും കൂടുകൂട്ടും. റെഡി? കൂടുകൂട്ടും എന്നാണേ. ഒന്നാനം കുന്നിന്മേൽ കൂടുകൂട്ടും തത്തമ്മേ തത്തമ്മേ മേ. അവിടെ മേ എന്നുണ്ട്. ആ മേ. അവിടെ ഒന്നാനം കുന്നിന്മേൽ കൂടുകൂട്ടും തത്തമ്മേ. മനസ്സിലായോ? നീ എൻ്റെ നീ എൻ്റെ നീ എൻ്റെ എന്നാണേ. തേന്മാവിൽ എന്നാണ്. തേന്മാവിൽ വിൽ. അവിടെയും ആ ഒരു സംഗതി വരുന്നുണ്ട്. കുഞ്ഞു സംഗതിയാണ് കേട്ടോ. തേന്മാവിൽ ഊഞ്ഞാലാടാൻ ഊഞ്ഞാലാടാൻ ലാടാൻ എന്നാണ്. ലാടാൻ. കണ്ടോ? അവിടെയൊക്കെ ചെറിയ ചെറിയൊരു ഒഴുക്ക് കൊടുക്കുന്നുണ്ട്. അത് നമ്മൾ പ്ലെയിൻ ആയിട്ട് പോകുമ്പോൾ അതിൻ്റെ ആ ഒരു ഭംഗി പോകും, വേറൊരു രീതിയിലേക്ക് അത് മാറും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ ശ്രദ്ധിച്ച് തന്നെ പാടണം കേട്ടോ. ഓരോ സെൻറ്റൻസും പാടുന്നത് ശ്രദ്ധിച്ച് തന്നെ പഠിക്കണേ. ഊഞ്ഞാലാടാൻ വാ എന്നാണ്. ഊഞ്ഞാലാടാൻ വാ ലാടാൻ വാ എന്നാണ്. ക്ലിയർ ആയോ? ഒന്നാനം കുന്നിന്മേൽ കൂടുകൂട്ടും തത്തമ്മേ, നീ എൻ്റെ തേന്മാവിൽ ഊഞ്ഞാലാടാൻ വാ.
ഇതാണ്. അതേപോലെ തന്നെയാണ് അടുത്ത വരിയും വരുന്നത്. നോക്കിയേ, കാവേരി തീരത്തോ എന്നാണ്. കാവേരി കാവേ എന്നാണ് നീട്ടി കൊടുക്കേണ്ടത്. കാവേരി തീരത്തോ തീരത്തോ തോ എന്നാണ് അവിടെ. തോ സംഗതികൾ വരുന്നുണ്ട്. തോ ക്ലിയർ. കാവേരി തീരത്തോ കാട്ടരുവി കാട്ടരുവി ക്ലിയർ. കാട്ടരുവി യോരത്തോ യോരത്തോ അതേ സംഗതി തന്നെ ഇവിടെയും വരുന്നുണ്ട്. ആരാരോ ആരാരോ സ്വപ്നം കൊണ്ടൊരു ആരാരോ സ്വപ്നം 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 എന്ന് പറയണേ. ആരാരോ സ്വപ്നം കൊണ്ടൊരു കൊണ്ടൊരു കളിവീടുണ്ടാക്കി കളിവീടുണ്ടാക്കി ഡുണ്ടാക്കി എന്നാണ്. കളിവീടുണ്ടാക്കി. ക്ലിയർ ആയോ? കാവേരി തീരത്തോ കാട്ടരുവിയോരത്തോ ആരാരോ സ്വപ്നം കൊണ്ടൊരു കളിവീടുണ്ടാക്കി. അപ്പോൾ അതാണ് ആദ്യത്തെ പല്ലവി. ഞാൻ പറഞ്ഞല്ലോ, ഇത് ഒരുപാട് നിങ്ങൾക്ക് സംഭവങ്ങളൊന്നും ഇല്ലാത്തൊരു പാട്ടാണ്. പക്ഷെ നമുക്ക് നല്ല രസമായിട്ട് പാടിയെടുക്കാൻ പറ്റുന്ന ഒരു പാട്ടുമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും പഠിക്കാൻ പറ്റും എന്നുള്ളത്. ഓക്കെ, ശരി. അപ്പം നമുക്ക് അടുത്ത പാരഗ്രാഫ് നോക്കാം. അതിൻ്റെ ഇടയിൽ ഒരു കാര്യം പറയട്ടെ, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്തേക്കണേ. അതേപോലെ തന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യാനും മറന്നു പോകരുത്. ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അവരൊക്കെ നന്നായിട്ട് പഠിക്കട്ടെ, എല്ലാവരും പഠിക്കട്ടെ. പിന്നെ ഒരു സംഗതി എന്താണെന്ന് വെച്ചാൽ ലാ 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 എന്ന് വരുന്നുണ്ട്. ലാ 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 ലാ. ഈ സംഭവം വരുന്നുണ്ട് അവിടെ. അപ്പം അത് കറക്റ്റായിട്ട് അത് പഠിച്ചു പോകണം കേട്ടോ. ലാ 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 ലാ. ഓക്കെ, ലാ 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 എന്നാണ് വരുന്നത്. ലാ 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 ലാ. അത് 2 പ്രാവശ്യം വരുന്നുണ്ട്. ലാ 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 എന്നാണ് വരുന്നത്. ലാ 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 ലാ. ഓക്കെ, ലാ 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 ലാ. പിന്നെ അതിൻ്റെ ജസ്റ്റ് മോള് പാടുകയാണ്. ലാ 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 ലാ. തൊട്ട് മുകളിലേക്ക് കയറിയിട്ടാണ് പാടുന്നത്. അടുത്ത സ്റ്റെപ്പിൽ ലാ 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 എന്നാണ്. നോക്കിയേ, ലാ 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 എന്നാണ്. ലാ 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 ലാ. ക്ലിയർ ആയോ? ഒന്നുകൂടെ പാടിത്തരാവേ. ലാ 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 ലാ. ലാ 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 എന്നാണ്. ഓക്കെ, നെക്സ്റ്റ് പാരഗ്രാഫ് നോക്കിയേ. വെണ്ണക്കല്ലു കൊണ്ടുവന്നു വിണ്ണിലെ പൂത്തുമ്പി ചന്ദനത്തിൻ വാതിൽ വച്ചു ചന്ദ്രകലാശില്പി പൊന്നു കൊണ്ടു താഴ തീർക്കാൻ വന്നു മിന്നാമിന്നി വെണ്ണിലാവാളിൻ ചുമരിൽ വെൺകളിയും പൂശി വാവാ നീ എൻ കുളിരേ വാവാ നീ കൺകുളിരേ വാവാ നീ എൻ കുളിരേ വാവാ നീ കൺകുളിരേ ഒന്നാനം കുന്നിന്മേൽ കൂടുകൂട്ടും തത്തമ്മേ നീ എൻ്റെ തേന്മാവിൽ ഊഞ്ഞാലാടാൻ വാ. ഇതാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഓരോ വരി വെച്ച് നോക്കാം കേട്ടോ. നോക്കിയേ, നല്ല ഹാപ്പി ആയിട്ട് വേണം ഇത് പാടാൻ കേട്ടോ. നല്ല സന്തോഷമായിട്ട് ചിരിച്ചു പാടിയാൽ നല്ല രസമായിട്ട് നമുക്ക് നല്ലൊരു ഫീൽ ഉണ്ടാവും. ഓക്കെ, നോക്കിയേ. വെണ്ണക്കല്ലു വെണ്ണക്കല്ലു എന്നാണ്. വെണ്ണക്കല്ലു കൊണ്ടുവന്നു
കൊണ്ടുവന്നു. ഓക്കെ, വെണ്ണക്കല്ലു കൊണ്ടുവന്നു വിണ്ണിലെ പൂത്തുമ്പി. വെണ്ണക്കല്ലു കൊണ്ടുവന്നു വിണ്ണിലെ പൂത്തുമ്പി എന്നാണ്. പൂത്തുമ്പി വെണ്ണക്കല്ലു കൊണ്ടുവന്നു വിണ്ണിലെ പൂത്തുമ്പി. ക്ലിയർ ആയോ? ചന്ദനത്തിൻ എന്നാണ്. ചന്ദനത്തിൻ വാതിൽ വച്ചു, വാതിൽ വച്ചു. ചന്ദനത്തിൻ വാതിൽ വച്ചു ചന്ദ്രകല ശില്പി. ഓക്കെ, അപ്പൊ അത് രണ്ടും കൂടെ ഒരുമിച്ചൊന്ന് പാടിക്കേ. വെണ്ണക്കല്ലു കൊണ്ടുവന്നു വിണ്ണിലെ പൂത്തുമ്പി. ചന്ദനത്തിൻ വാതിൽ വച്ചു ചന്ദ്രകല ശില്പി. ഓക്കെ, ഇനി അടുത്ത വരി. പൊന്നുകൊണ്ടു താഴു തീർക്കാൻ. അത് ജസ്റ്റ് ഒന്ന് മുകളിലേക്ക് കയറുന്നുണ്ട്, കുറച്ച് ഹൈ ആണ്. പൊന്നുകൊണ്ടു എന്നാണ്. പൊന്നുകൊണ്ടു താഴു തീർക്കാൻ, താഴു തീർക്കാൻ എന്നാണ്. ഓക്കെ, പൊന്നുകൊണ്ടു താഴു തീർക്കാൻ വന്നു മിന്നാമിന്നി. അതെ, അവിടെ വന്നു മിന്നാ മിന്നി എന്നാണ്. ആഹാ മിന്നാ മിന്നി ലാ അവിടെ. ഓക്കെ, പൊന്നുകൊണ്ടു താഴു തീർക്കാൻ വന്നു മിന്നി. ക്ലിയർ? അടുത്ത വരി നോക്കിയേ. വെണ്ണിലാവാലെൻ ചുവരിൽ എന്നാണ്. വെണ്ണിലാവാലെൻ ചുവരിൽ എന്നാണ്. ക്ലിയർ? വെണ്ണിലാവാലെൻ ചുവരിൽ. ഓക്കെ, വെൺകളിയും എന്നാണ്. വെൺകളിയും പൂശി. ഓക്കെ, വെൺകളിയും പൂശി. ഓക്കെ, അപ്പൊ അത് രണ്ടും കൂടെ ഒന്ന് പാടിക്കേ. പൊന്നുകൊണ്ടു താഴു തീർക്കാൻ വന്നു മിന്നാമിന്നി. വെണ്ണിലാവാലെൻ ചുവരിൽ വെൺകളിയും പൂശി. ദെൻ അടുത്ത വരി. വാ വാ നീയൻ. ആ വാ എന്നുള്ളത് ഒന്ന് പ്രസ് ചെയ്തിട്ട് പറയണം കേട്ടോ, അല്ലെങ്കിൽ അത് അവിടെ കുറച്ച് എന്താ പറയാ, ഒന്ന് ജസ്റ്റ് ഒന്ന് പുഷ് ചെയ്തിട്ട് പറയാം. വാ കണ്ടോ? വാ വാ നീയൻ കുളിരേ. ഓക്കെ, വാ വാ നീയൻ കുളിരേ. വാ വാ നീ കൺ കുളിരേ. വാ വാ നീ കൺ കുളിരേ അവിടെ. ദെൻ വാ വാ നീയൻ കുളിരേ. അടുത്തത് വാ നീയൻ കുളിരേ. പോക്കണം. അടുത്തത് വാ നീയൻ കുളിരേ. ക്ലിയർ? വാ കുറച്ചും കൂടി ടോപ്പിലേക്ക് പോയിട്ട് വാ നീ കൺ കുളിരേ. വാ നീ കൺ കുളിരേ. അതാണ്. അപ്പൊ അത് രണ്ട് വട്ടം പാടേണ്ടത് എങ്ങനെയാ നോക്കൂ. വാ നീയൻ കുളിരേ. വാ നീ കൺ കുളിരേ. വാ നീയൻ കുളിരേ. വാ നീ കൺ കുളിരേ. മതി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒന്നാനാം കുന്നിന്മേൽ കൂടുകൂട്ടും തത്തമ്മേ നീ എൻ്റെ തേന്മാവിൽ ഊഞ്ഞാലാടാൻ വാ. ഇങ്ങനെയാണ് പോകുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് പാരഗ്രാഫ്. ഈ ഒരു പാട്ട് ഞാൻ കുട്ടികളെ പഠിപ്പിച്ചിട്ട് അവർ സ്റ്റേജിൽ പാടിയിട്ടുണ്ടായിരുന്നു. നല്ല രസമായിരുന്നു കാണാൻ. നല്ല രസമായിട്ട് അവർ പാടി. അത് കണ്ടിരിക്കാൻ നല്ലൊരു രസമായിരുന്നു.
അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇത് നിങ്ങൾ സ്റ്റേജിൽ പാടുമ്പോൾ അത് കാണുന്ന ആൾക്കാർക്ക് എന്തോ ഒരു ഭയങ്കര സന്തോഷം, ഒരു നല്ലൊരു എനർജി കിട്ടുന്ന ഒരു പാട്ടാണ്. നോക്കാം നമുക്ക് നെക്സ്റ്റ് പാരഗ്രാഫ് കേട്ടോ. കന്നിക്കായ്ക്കും നിന്റെ മാവിൽ അണ്ണാർ കണ്ണാവായോ, കണ്ണിമാങ്ങയൊന്നെനിക്കു താഴെ വീഴ്ത്തിത്തായോ, എന്റെ കളി വീട്ടുമുറ്റത്തുണ്ണികൾ തന്മേളം എന്നും ഓടപ്പന്തടിച്ചു പാടിയാടും മേളം, വാവാ നീ എൻ കുളിരേ, വാവാ നീ കൺകുളിരേ, വാവാ നീ എൻ കുളിരേ, വാവാ നീ കൺകുളിരേ, ഒന്നാനാം കുന്നിന്മേൽ. ഇങ്ങനെയാണ് പോകുന്നത്. ഒന്നാമത്തെ വരി നോക്കിക്കേ. കന്നിക്കായ്ക്കും എന്നാണ്. കന്നിക്കായ്ക്കും എൻ്റെ മാവിൽ, കന്നിക്കായ്ക്കും എൻ്റെ മാവിൽ, എൻ്റെ മാവിൽ അണ്ണാർ കണ്ണാവായോ, അണ്ണാർ കണ്ണാ, അണ്ണാർ കണ്ണാവായോ എന്നാണ്. വായോ. ഓക്കെ. കന്നിക്കായ്ക്കും എൻ്റെ മാവിൽ അണ്ണാർ കണ്ണാവായോ, കണ്ണിമാങ്ങ ഒന്നെനിക്കു താഴെ വീഴ്ത്തിത്തായോ എന്നാണ്. കണ്ണിമാങ്ങ ഒന്നെനിക്കു, കണ്ണിമാങ്ങ ഒന്നെനിക്കു താഴെ വീഴ്ത്തി, താഴെ വീഴ്ത്തി തായോ. ക്ലിയർ ആയോ? തായോ എന്നാണ്. ഓക്കെ. എൻ്റെ കളി ടോപ്പിലേക്കാണേ. എൻ്റെ കളി വീട്ടുമുറ്റ, അവിടെ എൻ്റെ കളി വീട്ടുമുറ്റ, വീട്ടു വീട്ടു അവിടെ എടുക്കണം. അവിടെ ഒരു കുഞ്ഞു സംഗതി കൊടുത്തിട്ടുണ്ടേ. എൻ്റെ കളി വീട്ടുമുറ്റത്തുണ്ണികൾ തൻ, ഉണ്ണികൾ തൻ മേളം എന്നാണ്. മേളം. ക്ലിയർ? എന്നുമോടപ്പന്തടിച്ചു, എന്നുമോട, എന്നുമോടപ്പന്തടിച്ചു, അവിടെ പന്തടിച്ചു എന്നാണ്. ഓക്കെ. പാടിയാടും, പാടിയാടും മേളം, പാടിയാടും മേളം. ക്ലിയർ ആയോ? എൻ്റെ കളി വീട്ടുമുറ്റത്തുണ്ണികൾ തന്മേളം എന്നും ഓടപ്പന്തടിച്ചു പാടിയാടും മേളം. ഓക്കെ. ഇനി അടുത്തത് നമ്മൾ നേരത്തെ പാടിയ പോലെ തന്നെ. വാവാ നീ എൻ കുളിരേ, വാവാ നീ എൻ കുളിരേ, വാവാ നീ കൺകുളിരേ, വാവാ നീ എൻ കുളിരേ, വാവാ നീ കൺകുളിരേ, ഒന്നാനാം കുന്നിന്മേൽ കൂടുകൂട്ടും തത്തമ്മേ, നീ എൻ്റെ തേന്മാവിൽ ഊഞ്ഞാലാടാൻ വാ. ഓക്കെ. ഞാൻ പറഞ്ഞല്ലോ വളരെ ഈസി ആയിട്ട് നമുക്ക് പഠിക്കാം കേട്ടോ. ആരും ടെൻഷൻ അടിക്കണ്ട. നല്ലൊരു പാട്ടുമാണ്, ഈസി ആയിട്ട് നമുക്ക് പഠിക്കാനും പറ്റും. ഓക്കെ. നെക്സ്റ്റ് പാരഗ്രാഫ് നോക്കൂ. എൻ്റെ മുറ്റത്തെന്നുമെന്നും പൂവുകൾ തൻ നൃത്തം, എൻ്റെ ഓമൽ പാവകൾ തൻ വൃന്ദഗാനമേളം, വെഞ്ചിറകു വീശി വീശി ദേവദൂതരെത്തും, മുന്തിരിത്തിൻ പാത്രവുമായി ഞങ്ങളൊത്തു പാടും, വാവാ നീ എൻ കുളിരേ, വാവാ നീ കൺകുളിരേ, വാവാ നീ എൻ കുളിരേ, വാവാ നീ കൺകുളിരേ. ക്ലിയർ? അപ്പോൾ ഒരു വരി നോക്കിക്കേ, പെട്ടെന്ന് പഠിക്കാം കേട്ടോ. എൻ്റെ മുറ്റത്തെന്നുമെന്നും പൂവുകൾ തൻ നൃത്തം എന്നാണ്. എൻ്റെ മുറ്റത്തെന്നുമെന്നും, എന്നുമെന്നും പൂവുകൾ തൻ, പൂവുകൾ തൻ നൃത്തം, നൃത്തം. ക്ലിയർ? എൻ്റെ മുറ്റത്തെന്നുമെന്നും പൂവുകൾ തൻ നൃത്തം. അടുത്ത വരി. എൻ്റെ ഓമൽ, എൻ്റെ ഓമൽ എന്നാണ്. എൻ്റെ ഓമൽ പാവകൾ തൻ, പാവകൾ തൻ വൃന്ദഗാനമേളം.
ക്ലിയർ ആയോ? എൻ്റെ ഓമൽ പാവകൾ തൻ വൃന്ദഗാനമേളം വെൺചിറകോ, മുകളിലേക്ക് പോകി, വെൺചിറകോ വീശി 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 എന്നാണ്. വെൺചിറകോ വീശി വീശി ദേവദൂതരെത്തും. ഓക്കെ, ദേവദൂതരെത്തും. ഓക്കെ, ക്ലിയർ? അടുത്തത് മുന്തിരിത്തേൻ, മുന്തിരിത്തേൻ. അതൊക്കെ നമ്മൾ ഹൈയിൽ പോകുമ്പോൾ നന്നായി ശ്രദ്ധിക്കണം കേട്ടോ, ട്രാക്കിൻ്റെ കൂടെ നമ്മൾ പോകുമ്പോൾ. അതായത് നമ്മളിപ്പോൾ കരോക്കെ വെച്ച് പാടുന്ന സമയത്ത് ഹൈ ഒക്കെ പോകുന്ന സമയത്ത് കൃത്യമായിട്ട് പോകണം, അത് ശ്രുതി പോവാതെ നോക്കണം കേട്ടോ. അതേ ലെവലിൽ ഇങ്ങനെ കയറി പോവുകയും താഴ്ന്നു വരികയും ഒക്കെ ചെയ്യണം കേട്ടോ. ഇത് നമ്മളിങ്ങനെ പാടി പ്രാക്ടീസ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ശ്രുതിയൊക്കെ കറക്റ്റ് വഴിയിൽ പൊയ്ക്കോളും. ഓക്കെ, കുറേ പ്രാവശ്യം നമ്മൾ കേൾക്കണം കേട്ടോ പാട്ട്, എന്നാലേ പഠിക്കുള്ളൂ. ഒരുപാട് തവണ ഒരു പാട്ട് നമ്മൾ കേൾക്കണം. ഇത് നിങ്ങളിങ്ങനെ ഈ സംഗതികളൊക്കെ പഠിച്ചു വയ്ക്കുക. എന്നിട്ട് എന്താക്കണം, ഈ പാട്ട് മുഴുവനായിട്ട് നന്നായി കേൾക്കണം കേട്ടോ. ഒരുപാട് തവണ കേൾക്കാം. പറ്റുവാണെങ്കിൽ ആ സീനും കൂടെ കാണണം. സിനിമയിൽ ഉള്ള ആ സീൻ ഉണ്ടല്ലോ സോങ്ങിൻ്റെ, ആ സീൻ ഒന്നുകൂടി കാണുക. നിങ്ങൾ നന്നായിട്ട് അത് കണ്ട് മനസ്സിലാക്കി ആ ഒരു മൂഡിൽ, നല്ല മൂഡിൽ പാടിക്കൊടുക്കാൻ വേണ്ടിയിട്ട് നോക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഭാവമൊക്കെ കിട്ടും അത് കണ്ടു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോൾ അതും കൂടെ ശ്രദ്ധിക്കുക. നോക്കിക്കേ, വെൺചിറകോ വീശി വീശി ദേവദൂതരെത്തും. ദെൻ മുന്തിരിത്തേൻ പാത്രവുമായി, മുന്തിരിത്തേൻ പാത്രവുമായി, പാത്രവുമായി ഞങ്ങളൊത്തു പാടും എന്നാണ്. മുന്തിരിത്തേൻ പാത്രവുമായി ഞങ്ങളൊത്തു പാടും. ക്ലിയർ ആയോ? വാവാ നീ എൻ കുളിരേ, വാവാ നീ കൺ കുളിരേ, വാവാ നീ എൻ കുളിരേ, വാവാ നീ കൺ കുളിരേ. അപ്പം അത് 2 പ്രാവശ്യം പാടുമ്പോഴും വ്യത്യാസം വരുന്നത് ശ്രദ്ധിക്കണേ. വാവാ നീ എൻ കുളിരേ എന്നാണ് എടുക്കുന്നത് അവിടെ. വാവാ നീ എൻ കുളിരേ, വാവാ നീ കൺ കുളിരേ. ക്ലിയർ ആയോ? അത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ പല്ലവി പാടുന്നു. അങ്ങനെയാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ പാട്ട്. ഓക്കെ, ഇത് നിങ്ങൾക്ക് സിമ്പിളായിട്ട് പഠിക്കാൻ പറ്റിയ പാട്ടാണ് കേട്ടോ. അതുകൊണ്ട് ധൈര്യമായിട്ട് പഠിക്കാം. എല്ലാവരും ഇരുന്ന് പഠിക്കണേ. എന്നിട്ട് നിങ്ങളത് പെർഫോം ചെയ്യണം കേട്ടോ. തീർച്ചയായിട്ടും നല്ലൊരു റിസൾട്ടായിരിക്കും നിങ്ങൾക്ക് കിട്ടുക. ഈ പാട്ട് പഠിച്ചിട്ട് കരോക്കെ വെച്ചിട്ടൊന്ന് പാടി നോക്കൂ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. തീർച്ചയായിട്ടും നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.